നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 8 ബുധനാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി ഇ.വി. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം. സമ്മിശ്രമായ അനുഭവങ്ങൾ വന്നുചേരും. പ്രഭാതത്തിൽ മാനസിക സമ്മർദ്ദവും സമാധാനക്കുറവും അനുഭവപ്പെടാമെങ്കിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഗ്രഹഗതിയിലെ മാറ്റം വഴി നഷ്ടപ്പെട്ട സ്വസ്ഥതയും മനസ്സന്തോഷവും പൂർണ്ണമായും തിരികെ ലഭിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. തുടക്കത്തിൽ മികച്ച തൊഴിൽ വിജയവും സാമ്പത്തിക ലാഭവും കൈവരിക്കാൻ സാധിക്കും. എന്നാൽ മധ്യാഹ്നത്തിന് ശേഷം അപ്രതീക്ഷിതമായ ആരോഗ്യ ബുദ്ധിമുട്ടുകളും രോഗാതി ദുരിതങ്ങളും അലട്ടാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതൽ എടുക്കുക. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ദാമ്പത്യ ജീവിതത്തിൽ തികഞ്ഞ ഐക്യവും സമാധാനവും വർദ്ധിക്കും. സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുവാനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും അവസരം ഒരുങ്ങും. കുടുംബത്തിലെ മംഗളകരമായ ചടങ്ങുകളിൽ സജീവമായി പങ്കെടുക്കാം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ജോലിഭാരവും ചെറിയ തോതിലുള്ള മാനസിക പിരിമുറുക്കവും പ്രഭാതത്തിൽ അലട്ടിയേക്കാം. എങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഗ്രഹങ്ങൾ അനുകൂലമാകുന്നതോടെ സാമ്പത്തിക ലാഭവും വലിയ മാനസിക സന്തോഷവും തേടിയെത്തും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ബുധന്റെ സ്വാധീനക്കുറവ് അമിത ചിന്തകൾക്കും അകാരണമായ ഭയത്തിനും കാരണമാകും. മനസ്സിലെ ധൈര്യം ചോർന്നു പോകുന്നതായും ഉറക്കക്കുറവ് അനുഭവപ്പെടാം. സാമ്പത്തിക ക്ലേശങ്ങളും പരാജയ ഭീതിയും പ്രവർത്തനങ്ങളെ ബാധിക്കാതെ നോക്കുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് കാണുന്നത്. പ്രഭാതത്തിൽ മികച്ച ഭക്ഷണവും മാന്യമായ പരിഗണനയും ലഭിക്കുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള അപമാനങ്ങൾക്കോ യോഗമുണ്ട്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ബുധന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉള്ളതിനാൽ സാഹിത്യകാരന്മാർക്കും എഴുത്തുകാർക്കും തങ്ങളുടെ സൃഷ്ടികൾ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ മികച്ച അവസരങ്ങൾ ലഭിക്കും. തൊഴിൽ വിജയവും സഹോദര പിന്തുണയും ഉത്തമ സുഹൃത്തുക്കളെയും ലഭിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. നൽകിയ വാഗ്ദാനങ്ങളും വ്യവസ്ഥകളും പാലിക്കാൻ ആദ്യ പകുതിയിൽ കഠിനമായി പ്രയത്നിക്കേണ്ടി വരും. എന്നാൽ മധ്യാഹ്നം കഴിയുന്നതോടെ സമ്മർദ്ദങ്ങൾ അയയുകയും വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. പങ്കാളിയുമായോ കുടുംബാംഗങ്ങളുമായോ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. സാമ്പത്തിക ഇടപാടുകളിലോ ലോൺ സംബന്ധമായ കാര്യങ്ങളിലോ തടസ്സങ്ങൾ നേരിടാനിടയുണ്ട്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മനസ്സിനും ശരീരത്തിനും സുഖക്കുറവും ഗ്യാസ് ട്രബിൾ പോലുള്ള അസ്വസ്ഥതകളും അനുഭവപ്പെടാം. വാഹന അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ആശയവിനിമയത്തിൽ ജാഗ്രത വേണം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. പ്രഭാതത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളോ സ്ത്രീകളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായേക്കാം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഗ്രഹങ്ങളുടെ രാശിമാറ്റം പൂർണ്ണമായും അനുകൂലമായി ഭവിക്കുകയും പ്രതിസന്ധികൾ മാറുകയും ചെയ്യും. ചിങ്ങം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സർവകാര്യ വിജയമുള്ള മികച്ച സമയമാണ്. കുടുംബസുഖം, സാമ്പത്തിക നേട്ടം, ഉന്നത പദവികൾ എന്നിവ എളുപ്പത്തിൽ സ്വന്തമാക്കാം. ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിനാൽ മത്സര പരീക്ഷകൾ എഴുതിയവർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള ശുഭവാർത്ത ലഭിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ.വി. 9746812212.